സതീശന്റെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി അസൗ വ്യക്തിയെ പേടിത്തൊണ്ടരാണ്, രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കാനും അതുപോലെ തന്നെ മോദിയെ വിമർശിക്കാതിരിക്കാനും ശ്രമിക്കുന്നു. സതീശന്റെ ഒരു ആരോപണമാണ്. അതിന്റെ പ്രതികരണം കോൺഗ്രസിന്റെ പൊതു പ്രതികരണമാണ്. കോൺഗ്രസ് ഇപ്പൊ അങ്ങനെയാണ് പറയുന്നത്. സതീശന്റെ നിലക്കെന്തോ പറ്റിയിരിക്കുകയാണ്. അത് ഞാനെന്ത് പറയാനാണെന്ന് എനിക്കറിയില്ല. ഈ സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാവുക വളരെ പ്രധാനമാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇതുമായി ബന്ധപ്പെട്ട പൗരത്വ നിയമ ഭേദഗതിയെ പറ്റിയുള്ള ഭാഗമില്ല എന്നത് ഞങ്ങൾ ഉയർത്തിയ ഗൗരവമായൊരു വിമർശനമാണ്. ആ വിമർശനം സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം മറുപടി പറയേണ്ട ഒരു വിമർശനമാണ്. പക്ഷേ സതീശൻ പറഞ്ഞ എന്താ? സതീശൻ ഈ പ്രസ്താവന നടത്തിയയാളെ കുറ്റപ്പെടുത്തി ഈ പ്രകടന പത്രിക വായിച്ചില്ല, അതിൻ്റെ പേജ് വായിച്ചില്ല, അതിൻ്റെ പേര വായിച്ചില്ല, ഈ നമ്പറൊക്കെ കൊടുത്തുകൊണ്ട് ഇതിനകത്ത് ഇതൊക്കെ പറഞ്ഞിരിക്കുകയാണ്, ഇത് വായിക്കാതെയാണ് അഭിപ്രായം പറഞ്ഞതെന്നാണ്. അപ്പോൾ ആ ദിവസം പത്രസമ്മേളനം നടത്തുമ്പോൾ ഇതെല്ലാം കൂടി ഞാൻ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ചു. ഈ പ്രകടന പത്രിക, ഈ പറഞ്ഞ പേജ്, ആ പറഞ്ഞ ഗണ്ണിക, അത് മുഴുവൻ വായിക്കുകയും ചെയ്തു. അതിൽ CAA എന്ന ഒരു വാക്കേ ഇല്ല, പൗരത്വ നിയമ ഭേദഗതി എന്ന വാക്കേ ഇല്ലാത്ത ഒരു പ്രകടന പത്രിക. പിന്നെ അത് ശരിയായ രീതിയിൽ നമ്മുടെ KPCCയുടെ പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന UDF കൺവീനർ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സില്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. അതാ ശരി. പക്ഷേ പിന്നെ വിവരങ്ങൾ കൂടുതൽ വന്നല്ലോ, പുറത്തു വന്നല്ലോ. അത് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തല്ലോ. അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യം, അവർ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക തയ്യാറാക്കാൻ നിശ്ചയിച്ച സമിതിയിലെ അംഗങ്ങളെ ബന്ധപ്പെട്ടു. അപ്പോൾ അവർക്ക് കിട്ടിയ വിവരം അവർ പുറത്തു വിട്ടല്ലോ. യഥാർത്ഥത്തിൽ ഈ പ്രകടന പത്രികയിൽ പൗരത്വ നിയമ ഭേദഗതിയെപ്പറ്റി രൂക്ഷമായൊരു ഭാഗം ഉണ്ടായിരുന്നു. ആ പ്രകടന പത്രിക അംഗീകരിക്കേണ്ട നേതാക്കന്മാരുടെ മുന്നിലെത്തിയപ്പോൾ ഈ ഭാഗം വേണ്ടാന്ന് വെച്ചു. ഇതാണ് ഉണ്ടായതെന്ന് ഇപ്പോൾ പുറത്തു വന്നു. അപ്പോൾ ഇത്രമാത്രം രാജ്യം കണ്ട ഒരു വസ്തുത അത് പച്ചയായി മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കാൻ സതീശനല്ലാതെ മറ്റൊരാൾക്ക് കഴിയും.